ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ ലൈവ് ശുശ്രൂഷയിൽ ഞങ്ങളുടെ മുമ്പിൽ വരുവാൻ തക്കോണം ദൈവം ഇടയാക്കുന്നവർക്ക് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രി യാത്ര പുറപ്പെട്ട് ഇന്ന് തമിഴ്നാട്ടിൽ നമ്മുടെ ട്രാക്ക് ഡിപ്പോ ശുശ്രൂഷയിൽ എത്തുവാൻ ഈ ഓഫീസിലായിട്ട് നടക്കണം. ദൈവം ഇടയാക്കുന്നവർക്ക് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഞാനും പ്രിയ സഹോദരൻ ജോയിലും എൻ്റെ കൂടെയുണ്ട്. ചില കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ യാത്രകളോർത്തും വിവിധ ശുശ്രൂഷകളോർത്തും പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായി ചില കാര്യം നിങ്ങളെ പ്രാർത്ഥിക്കാൻ ഫലമേൽപ്പിക്കുകയാണ്. നമ്മുടെ കിസ് മാസ്റ്റർ സഹോദരൻ ജോർജ് KP ചില അസുഖങ്ങളാൽ ഭാരപ്പെട്ട് ചാവക്കാട് ഹയത്ത് ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്തുപിടിക്കുക, പ്രാർത്ഥിക്കുക. മാസിക ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നു. അത് എത്രയും പെട്ടെന്ന് പോസിറ്റീവ് ആകേണ്ട വഴികൾ കിട്ടുവാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ആവശ്യമാണ്. മിഷന് ഒരു 4 ചക്ര വാഹനം നമുക്ക് ആവശ്യമായിരിക്കുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. കേന്ദ്രത്തിൽ സുസ്ഥിരമായ ഒരു ഗവൺമെൻറ് വരുവാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെ അതിവർഷമായി സ്നേഹിക്കുന്ന കർത്താവേ, എല്ലാ രാത്രിക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ, മേൽ പറഞ്ഞ എല്ലാ വിഷയത്തിന്മേൽ ഞങ്ങൾ പ്രവർത്തിക്കുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരൻ ജോർജ് KP പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് തലമുറ പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും ബലവും കൊടുക്കുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നാളെ യാത്ര പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷ കർത്താവ് അനുഗ്രഹമായി തീരുണ്ടാക്കുന്ന ദൈവങ്ങൾ സഹായിക്കുമാറായ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മാസിക വർക്കിന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അത് അനുഗ്രഹമായി എത്തിപ്പെടുന്ന പോസിറ്റീവ് പോകണം അങ്ങ് മുഖാന്തരിക്കുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്നത്തെ എല്ലാ അത് ശുശ്രൂഷ കർത്താവ് അനുഗ്രഹമായി തീരുവാൻ ഒരു അഭിഷേകം എത്തിക്കണം അങ്ങ് സഹായിക്കുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പാടുന്ന മകൻ ജോയിൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഉപയോഗിക്കുന്ന മാസ്റ്റർ മലയാള പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ കൂട്ടു സഹോദരന്മാരും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൂടുതലിരിക്കുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സകലവും യേശു നാമത്തിൽ ജോലി ഒരു പാട്ടുപാടുമായിരിക്കും. ഭയപ്പെടാൻ
ദൈവത്തിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ചില ആഴ്ചകൾ മുന്നേ നമ്മൾ കേരളത്തിൽ ചൂടിൻ്റെ അനുഭവം കൂടിയതുകൊണ്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. തെക്കൻ ജില്ലകളിൽ ചില സ്ഥലങ്ങളിൽ പ്രളയക്കെടുതി മൂലം അവർ ബാധിക്കപ്പെടുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളിലെ പ്രളയമായി മാറാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകം നമ്മൾ കേരളത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം കൂടിയാണല്ലോ. ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ലഘു ചിന്തയ്ക്കായിട്ട് നിങ്ങളും ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനം 63 അതിൽ 1 വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനം 63 വാക്യം. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാരത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. വളരെയേറെ പരിചിതമായ നമ്മളെപ്പോഴും വായിക്കുന്ന ഒരു സങ്കീർത്തനം കൂടിയാണ് സങ്കീർത്തനം 63. ഇത് ദാവീദാണ് ഈ ഭാഗം എഴുതിയിരിക്കുന്നത്. ഇവിടെ ദാവീദ് പറയുന്നത്, ദൈവമേ നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. ദൈവത്തെ കുറിച്ച് ദാവീദ് പറയുന്ന ഒരു വലിയ വിശേഷണമാണ്, ഞാൻ നിന്നെ അതികാലത്തെ നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതികാലത്തിൽ തന്നെ, അതിരാവിലെ തന്നെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പ്രിയ ദൈവജനമേ, മറ്റു വാക്യം മനസ്സിൽ ഓർമ്മ വരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം ഇങ്ങനെ പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. ഈ അതികാലത്തിൽ ഉദ്ദേശിക്കുന്നത് എന്തിന്റെയും ആദ്യം, ഒരു ദിവസത്തിന്റെ ആദ്യം, നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ ആദ്യ അംശം, അങ്ങനെ എന്തിന്റെയും ആദ്യം. എവിടേക്കെങ്കിലും യാത്ര പുറപ്പെടുമ്പോൾ അവിടെ നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങുന്ന അവസ്ഥ. എന്തിന്റെയും ആദ്യം നമ്മൾ ദൈവത്തെ അന്വേഷിക്കുവാൻ നമ്മൾ അത് മുതിരേണ്ടത് ആവശ്യമാണ്. ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. പ്രിയ ദൈവജനമേ, ഇന്ന് ആത്മീയഗോളത്തിൽ നമ്മെ പോലുള്ളവർക്ക് പറ്റുന്ന ഒരു വലിയ അക്കിടി അല്ലെങ്കിൽ അബദ്ധം എന്ന് പറഞ്ഞത്, നമ്മെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മളത് പെട്ടെന്ന് ചെയ്തെടുക്കും. അതിനുവേണ്ടി ആ വിഷയത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനോ ഒരു ആലോചന പങ്കുവയ്ക്കാനോ തയ്യാറാവില്ല. കാരണം നമുക്ക് സാധിക്കുമെന്നുള്ള ഒരു വലിയൊരു മനോധൈര്യം നമുക്കുള്ളതുകൊണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, ഏത് ചെറിയ വലിയ കാര്യം ചെയ്യുമ്പോഴും ആദ്യം ദൈവത്തോട് ചോദിച്ചുകൊണ്ട്, ആദ്യം ദൈവത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അത് അറിഞ്ഞ് ചോദിക്കുവാൻ നമുക്ക് മനസ്സിലെങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കലും പാഴായി പോകത്തില്ല, ഒരിക്കലും അത് നിരാശപ്പെടുവാൻ വരത്തില്ല. അത് ഇവിടെ ദാവീദ് പറയാണ്, ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. നമ്മൾ എപ്പോഴും ദൈവത്തെ അന്വേഷിക്കുക എത്രമാത്രം നമ്മൾ ഉത്സുകരാണ്. ദൈവത്തെ അന്വേഷിക്കുക.
ദൈവത്തിന്റെ കൃപകളെ കുറിച്ച്, ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് വർണ്ണിക്കുവാൻ നമ്മൾ എത്രമാത്രം നമ്മൾ ഉത്സുകരാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സംഗീതം 105:4 പറയുന്നു, യഹോവയും അവന്റെ ബലത്തെയും തിരിവും അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിക്കും. അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിക്കും. ഇവിടെയും സംഗീതകൻ പറയാണ്, യഹോവയും അവന്റെ ബലത്തെയും തിരിവും. അവന്റെ ബലത്തെ കുറിച്ച്, അവന്റെ മഹിമദാനത്തെ കുറിച്ച്, അവന്റെ മഹത്വത്തെ കുറിച്ച്, അവന്റെ അതേ കഴിവിനെ കുറിച്ച് നമുക്ക് തിരയുവാൻ, അന്വേഷിക്കുവാൻ, അവനിൽ നിന്ന് ആശ്രയിക്കുവാൻ നമുക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ട്. മാത്രമല്ല അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിക്കുവാൻ. വല്ലപ്പോഴും അന്വേഷിക്കുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മെ കൊണ്ട് കൂട്ടി പറ്റാത്ത കാര്യം വരുമ്പോൾ നാം ദൈവത്തെ ആശ്രയിക്കുകയല്ല. നമ്മൾ എപ്പോഴും അവനെ അന്വേഷിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ ജോലിയില്, നമ്മുടെ ശുശ്രൂഷയില്, നമ്മുടെ ബിസിനസ്സില്, നമ്മുടെ കുടുംബജീവിതത്തില്, എന്ത് സ്ഥാനം വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും, എന്ത് ഫംഗ്ഷൻ നമ്മൾ നടത്തുമ്പോഴും അവിടെ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുവാൻ, ദൈവത്തെ ഇടവിടാതെ അന്വേഷിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വീടുകളിൽ പല ഫംഗ്ഷനുകൾ നടത്തുമ്പോഴും പലപ്പോഴും ദൈവത്തെ അന്വേഷിക്കാറുണ്ടോ? സ്തോത്രം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തെ നമ്മൾ സദാ കാലങ്ങളിലും അന്വേഷിക്കുവാൻ, ഏത് സന്ദർഭത്തിലും സാഹചര്യത്തിലും ഏത് സമയത്തും നാം ദൈവത്തെ അന്വേഷിക്കുവാൻ നാം പലപ്പോഴും തയ്യാറാകേണ്ടത് അത് ആവശ്യമായിരിക്കണം. യെശയ്യാ പ്രവചനം 55 അതിന് 6 വാക്യമ്പോൾ, യെശയ്യാ പ്രവചനം 55 അതിന് 6 വാക്യമ്പോൾ, യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിക്കും. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത്, യഹോവയെ അത് കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിക്കും. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ച് അപേക്ഷിക്കും. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത്. മറ്റു വകകൾ തോന്നലുണ്ട്, ഇപ്പോൾ സുപ്രധാന കാലം, ഇപ്പോൾ രക്ഷാദിവസം, ഇപ്പോൾ സുപ്രധാന കാലമാണ്, വളരെ പ്രധാനപ്പെട്ട കാലമാണ്, ദൈവത്തെ അന്വേഷിക്കുവാൻ പറ്റിയ കാലഘട്ടമാണ്, ദൈവത്തെ കണ്ടെത്താൻ പറ്റിയ കാലഘട്ടമാണ്. സ്തോത്രം. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത്, യഹോവയെ അറിയാകുന്ന സമയത്ത്, യഹോവയെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സമയത്ത്, കാലത്ത് യഹോവയെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞത്, ഈ കാലയളവിൽ നമുക്ക് ദൈവത്തെ കുറിച്ച് അറിയുവാൻ, ദൈവത്തിന് നമ്മുടെ ഭാഷയിൽ ഗ്രഹിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. സ്തോത്രം. യഹോവ കാലാകാലങ്ങളിൽ, ദൈവം കാലാകാലങ്ങളിൽ ദൈവത്തെ കുറിച്ച് ഈ ലോകത്തെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം പ്രവാചകന്മാർ കൂടിയും മറ്റ് ദാസന്മാരെ കൂടിയും പുരോഹിതന്മാർ കൂടിയും ദൈവം അനേകരെ ലോകത്തിൽ അയച്ചു. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ മീഡിയകൾ വളരെയധികം വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ അത് പല മീഡിയ കൂടി, അത് ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിൽ കൂടി, ചാനലിൽ കൂടി ദൈവത്തിന് വചനം അത് വാഗ്ദാനം, സ്തോത്രം, പല ഭാഷകളിലായിട്ട് ദൈവത്തിന്റെ സ്വർഗത്തെ കുറിച്ച്, തനിക്ക് തന്റെ താമസിക്കുന്ന രക്ഷയെ കുറിച്ച് ലോകത്തെ ഇന്ന് അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ പ്രിയ ജനമേ, നിങ്ങൾ ഏത് വിധനെയും ദൈവത്തെ അറിയുക, അവന്റെ മഹത്വത്തെ കുറിച്ച്, അവന്റെ നിത്യതയെ കുറിച്ച്, അവനെ വീണ്ടും വരവിനെ കുറിച്ച് നമുക്ക് അറിയാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. അവനെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിക്കും. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിക്കും. സ്തോത്രം. അവനെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിക്കും. സംഗീതം 138 1 വാക്യം പറയുന്നു. സംഗീതം 138 1 വാക്യം പറയുന്നു, ഞാൻ അത് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും. 131 വാക്യം, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. നാം ദൈവത്തെ അന്വേഷിക്കുന്നത്, ദൈവത്തെ പിൻപറ്റുന്നത്, നാം ദൈവത്തിന് കൊടുക്കേണ്ടത് ഒരു പൂർണ്ണമായ ഹൃദയത്തോടുകൂടി, 100% അത് പൂർണ്ണതയോടുകൂടി. അപൂർണതയല്ല നാം ദൈവത്തെ കൊടുക്കേണ്ടത്. അത് നമ്മുടെ വയസ്സ് ചെന്ന് എല്ലാ പണിയും കഴിഞ്ഞ് അല്ലാതെ ദൈവത്തെ കൊടുക്കേണ്ടത്. നമ്മൾ നല്ല പ്രായത്തിൽ, യൗവനകാലത്തിൽ നാം ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങേണ്ടിയിരിക്കുന്നു. നിന്റെ നല്ല യൗവനപ്രായം ടീനേജ് നീ ദൈവത്തിന് കൊടുക്കേണ്ടതാണെന്നു. ഇപ്പോൾ സംഗീതം പറയാണ്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ദൈവത്തെ കൊടുക്കുവാൻ ഒരു പൂർണ്ണമായ ഹൃദയം എനിക്കുണ്ടാകട്ടെ. ആ പൂർണ്ണതയല്ല, നമ്മുടെ സമയം എല്ലാം കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് ക്ഷീണിക്കൊണ്ടാണ് നീ പ്രാർത്ഥിക്കുന്നത്. നീ ആദ്യം അധികാലത്ത് എഴുന്നേറ്റ് രാവിലെ നീ ദൈവമുഖത്തേക്ക് നോക്കേണ്ടിയിരിക്കുന്നു. നീ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, സ്തോത്രം, നീ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലത്തും നിനക്ക് ലജ്ജിക്കേണ്ട വരികയില്ല. സ്തോത്രം. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. 1 ദിനവൃത്താന്ത പുസ്തകം
28-ാം അധ്യായം 9-10 വായിക്കുമ്പോൾ അവിടെ ദാവീദോട് ഒരു കാര്യം പറയുന്നുണ്ട്. 1 ദിനവൃത്താന്ത പുസ്തകം 28-ാം അധ്യായം 9-10 വായിക്കുമ്പോൾ, നീയോ എന്റെ മകനെ ശലോമോനെ നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയും. അതിന്റെ അർത്ഥവാക്കാണ് പോയിന്റ് പറഞ്ഞത്. അത് അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യാം. ദാവീദ് അവിടെ ജനമധ്യ കൂടിയിരിക്കുന്ന ഒരു മീറ്റിംഗിൽ സ്വന്തം മകനെ വിളിച്ചുകൊണ്ട് അവനൊരു ഉപദേശം കൊടുക്കുകയാണ്. സ്തോത്രം. നീയോ എന്റെ മകനെ ശലോമോനെ, സ്തോത്രം, നീയോ എന്റെ മകനെ ശലോമോനെ നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവന് പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോട് സേവിക്കുകയും ചെയ്യാം. ദാവീദ് സ്വന്തം മകനോട് പറയാണ്, അതെ എന്റെ മകൻ ശലോമോനെ നിന്റെ അപ്പന്റെ ദൈവത്തിനെ അറിയും. എങ്ങനെയാണ് അപ്പൻ ദൈവത്തെ സേവിച്ചത്? അപ്പൻ എങ്ങനെയായിരുന്നു? സ്തോത്രം. അപ്പൻ കാട്ടിൽ ആടുകളെ മേച്ചിരുന്ന ആ ദാവീദ്, കേവലം ഒരു ആട്ടിനെ ചെറുക്കുന്ന ദാവീദ്, അത് ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായി വാഴിക്കുവാൻ ദൈവത്തിന് ദാവീദിനോട് കൃപ തോന്നി. സ്തോത്രം. അവൻ കാട്ടിൽ ദൈവത്തെ ആരാധിക്കാൻ അനുഭവം, കാട്ടിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അനുഭവം അവനുണ്ടായിരുന്നു. അവൻ വീട്ടിൽ അവൻ തള്ളപ്പെട്ടവനായിരുന്നാലും, അവൻ വീട്ടിൽ അവൻ ആര് വലയക്കാരായിരുന്നാലും ദൈവം അവനെ കണ്ടുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ വിളിച്ചറിയിക്കാൻ അത് ഇടയായപ്പോൾ ദൈവം അവനെടുത്ത് ഉയർത്തിയായി പറയുകയാണ്. എന്നാൽ അതേ ദൈവം തന്നെ ദാവീദ് ഊരിയാന്റെ ഭാര്യയെ തട്ടിയെടുക്കാൻ വേണ്ടി പ്രയോഗിച്ച ആ ഉപാധി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ പാപത്തെ കുറിച്ച് നാദാം പ്രവാചകനിലൂടെ ദൈവം ദാവീദിനെ വെളിപ്പെടുത്തി കൊടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് സ്വന്തം അനുഭവത്തിൽ കൊണ്ട് ദാവീദ് പറയുന്നത്, നീ എന്റെ മകനെ ശലോമോനെ നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയും. അടുത്ത പോയിന്റിലേക്ക് വരികയാണ്. അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും നീ സേവിക്കണം. പ്രിയ ദൈവജനമേ, ഞാൻ നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നത്, അന്വേഷിക്കുന്നത്, അത് രാവിലെ അന്വേഷിക്കണം, ഇടവിടാതെ അന്വേഷിക്കണം. അവനെ പൂർണ്ണ ഹൃദയത്തോടുകൂടി നാം ദൈവത്തെ അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. ഒരു അപൂർണതയല്ല. നാം എപ്പോഴും ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതും ദൈവത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങുന്നതും ഒരു അപൂർണതയാണ്. സമയം കിട്ടിയെങ്കിൽ ഒത്തെങ്കിൽ വന്നെങ്കിൽ പോയി, അങ്ങനെയല്ല. നാം ദൈവത്തിന് വേണ്ടി ഒരു പ്രഥമ സ്ഥാനം നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് വേണ്ടി നാം ആദ്യം മുൻഗണന നാം കർത്താവിനെ കൊടുക്കേണ്ടിയിരിക്കുന്നു. നാം കൊരിന്ത്യരുമായി പറയുന്നത്, സ്റ്റെഫനോസ് അഖായിലെ ആദ്യ ഫലമായി തീർന്ന കുടുംബം. സ്തോത്രം. പ്രൈസ് ഗോഡ്. സ്റ്റെഫനോസ് അഖായിലെ ആദ്യ ഫലമായി തീർന്ന കുടുംബം, സഭയിലെ ആദ്യ രക്തസാക്ഷിത്വം വെച്ച കുടുംബമായിരുന്നു സ്റ്റെഫനോസ് കുടുംബം എന്ന് പറയുന്നത്. അത് പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് എടുക്കുമ്പോഴും നാം ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കണം. നാം വായിച്ച കുറിവാക്യം മറന്നു പോകുന്നത് ഞാൻ അതിരാവിലെ നിന്നെ അന്വേഷിക്കുന്ന അനുഭവത്തെ കുറിച്ച് ദാവീദ് പറയുകയാണ്. എന്തിന് ആദ്യം നാം ദൈവത്തെ അന്വേഷിക്കണം, ഇടവിടാതെ അന്വേഷിക്കണം. അവനെ കണ്ടെത്താൻ സമയത്ത് അവൻ അന്വേഷിക്കണം. അവനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം. വീണ്ടും നാം വായിക്കുമ്പോൾ ആമോസ് പ്രവചനം 5-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, ആമോസ് പ്രവചനം 5-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവ ഇസ്രായേൽ ഗ്രഹത്തോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനെ എന്നെ അന്വേഷിക്കും. സ്തോത്രം. ആമോസ് 5-ാം അധ്യായം 4-ാം വാക്യം പറയാണ്, യഹോവ ഇസ്രായേൽ ഗ്രഹത്തോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനെ എന്നെ അന്വേഷിക്കും. സ്തോത്രം. നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനെ, നിങ്ങൾക്ക് ആയുസ് ലഭിക്കുന്നതിനെ, നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കുന്നതിനെ നിങ്ങൾ എന്നെ അന്വേഷിക്കും. നിങ്ങൾ ജീവിച്ചിരിക്കണമെന്നേ. സ്തോത്രം. നിങ്ങൾ ദീർഘായുസ് കൂട്ടണമെന്നേ. സംഗീതം 2-ാം അധ്യായം പറയുന്നത്, നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. പ്രൈസ് ഗോഡ്. നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. നിങ്ങൾ ജീവിച്ചിരിക്കുന്നേ, നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾ ജീവിച്ചിരിക്കുന്നേ, നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കേണ്ട ആവശ്യമായിരിക്കുന്നു. നിങ്ങൾ ജീവിച്ചിരിക്കണം. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്ന കാര്യത്തിൽ എത്രമാത്രം നമ്മൾ ഉത്സുകരാണെന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. സംഗീതം 63 പറയുന്നത്, അത് ദൈവത്തെ അന്വേഷിക്കുക, ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. പ്രിയ ദൈവജനമേ, എന്റെ വാക്കുകൾ ആഗ്രഹിക്കാം, നമ്മുടെ ജീവിതത്തിലെ ഏത് സന്ദർഭത്തിലും സാഹചര്യത്തിലും സമയത്തിലും ദൈവത്തെ അന്വേഷിക്കുവാൻ നമുക്ക് ഇടയാണ്. മക്കളുടെ ഭാവിയിലെ, മക്കളുടെ പഠിപ്പിലെ, അവരുടെ ബന്ധുക്കൾക്കെതിരെ എല്ലാ കാര്യത്തിലും നമുക്ക് ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് സേവിച്ച് അത് പൂർണ്ണ ഹൃദയത്തോടുകൂടി അന്വേഷിക്കുമെങ്കിൽ ദൈവം നിന്റെ ആയുധം ദീർഘമാക്കും. നിന്റെ ജീവിതത്തിലെ ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാം.
ഞങ്ങളെ കരുതുന്ന കർത്താവ്, നല്ല ശ്രമത്തിന് സ്തോത്രം. ഞങ്ങൾ കർത്താവ് ചിന്തിച്ചതുപോലെ കർത്താവ് അത് രാവിലെ അന്വേഷിക്കുവാൻ ദാവീദ് പറഞ്ഞ പോലെ കർത്താവ് അത് രാവിലെ അന്വേഷിച്ചു പറഞ്ഞ പോലെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏത് സന്ദർഭത്തിലും സാഹചര്യത്തിലും കർത്താവ് നിന്നെ ആദ്യം അന്വേഷിച്ച് പുറപ്പെടുവാനാക്കണം. ദൈവം ഞങ്ങളെ സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവിനെല്ലാം അതിനുള്ള വേല മാനിക്കുമാറത്തെ പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവിന്റെ ജ്യോതിക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സൗഖ്യം സമാധാനം കൊടുക്കുമാറത്തെ പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുമാറത്തെ പ്രാർത്ഥിക്കുന്നു. അവിടെ ആയിരിക്കുന്ന അത് പാസ്റ്റർ അത് മലയാളത്തെ പ്രാർത്ഥിക്കുന്നു. ചർച്ച പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ്. കേരളത്തിൽ അനുകൂലമായ കാലാവസ്ഥ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവകൃപ വ്യാപരിക്കുമാറത്തെ പ്രാർത്ഥിക്കുന്നു. സൂക്ഷിക്കണമേ സകലം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. God bless you. Okay.